ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവില് ഇപ്പോ രാവിലെ തന്നെ ജിൻഡോ സിജോ ഫൈറ്റ് ആണ്. ഈ ഒരു ഫൈറ്റിനിടയ്ക്ക് വീണ്ടും ജിൻഡോയുടെ നാക്ക് പഴിച്ചിരിക്കുകയാണ്. എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസിന്റെ വാർണിംഗ് കിട്ടിയിട്ടും ജിൻഡോയ്ക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയില്ല. സിജോയുമായിട്ടുള്ള തർക്കത്തിനിടയ്ക്ക് സിജോയുമായി പുള്ളി പറയുകയാണ്, നീ പെണ്ണുങ്ങളെ കൂട്ടുപിടിച്ച് അവരെ വെച്ചോണ്ട് എനിക്ക് ഏറെ കളിക്കാൻ വരണ്ടായെന്ന. വീണ്ടും വളരെ റോങ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. പിന്നെ വഴിയോടെ പോയ ശ്രീധുവിനെയും അപ്സരനെയും എല്ലാം ജിൻഡോ ഈ ഒരു തർക്കത്തിലേക്ക് വലിച്ചിട്ടു. സിജോ പ്രവോക്കായിട്ട് നീ ഇത് ക്ലാരിഫൈ ചെയ്തിട്ട് പൊങ്ങിയാ മതിയുടെ പൊങ്ങുതടിയെ പേര് പറയാതെ നീ ഇവിടുന്ന് എണീക്കരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ പ്രവോക്കായി സിജോ വേറെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ചിലതൊക്കെ ഔട്ട് ഓഫ് ദ ലൈൻ ആയിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് മെഴുകും, പിന്നെ നീ ഇവിടുന്ന് പോകുമ്പോൾ നീ പണ്ട് പഠിച്ച് സ്കൂളിൽ പോയി നിന്റെ തലച്ചോറ് പോയി തപ്പണം, അതവിടെ പൂത്തിരിപ്പുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സിജോ ജിൻഡോയോട് പറഞ്ഞു. സിജോ പറഞ്ഞതിന്റെ ചിലതൊക്കെ മ്യൂട്ട് ചെയ്തു ബിഗ് ബോസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ലാലേട്ടൻ വീക്കെൻഡ് വരുമ്പോ ഷിജോയ്ക്കും താക്കീത് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ജിൻഡോ പറഞ്ഞത് അത് ആ ഒരു ഹൗസിലുള്ള എല്ലാ സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്ത് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിട്ട് ജിൻഡോ എണീറ്റ് പോയി സോറി പറയുന്നതും കേട്ടു. എന്ത് തോന്നിവാസവും നാട്ടിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്ത്രീകളെ എല്ലാം കൂട്ടത്തോടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ട് പിന്നെ പോയി സോറി പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആർഗ്യുമെന്റ് ജയിക്കാൻ വേണ്ടി അങ്ങനെ എന്തും പറയാനുള്ള റൈറ്റ് ഒന്നും ആർക്കും ഇല്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. ഈ സീസണിൽ ആദ്യമായി രതീഷ് ഉൾപ്പെടാത്ത ഒരു കോൺഫ്ലിക്റ്റ് കാണാനിടയായി. ഇതിലെന്തോ തലയിടാൻ രതീഷ് വന്നതുമില്ല. ഷിജോയും ജിൻഡോയും മാത്രം തമ്മിലുള്ള ഒരു വഴക്കായിരുന്നു ഇതാ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.